മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവുമോർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. നൈസ് നൈസ്. ഫാഹിസ്, എന്ത് പാട്ടല്ലേ. നമ്മളെല്ലാരും ആ വരികളൊക്കെ ഇങ്ങനെ കേട്ട് ചോദിക്കാം നമുക്ക്. ശരത് സർ. എടാ ചെക്ക, നീ ഈ പാട്ടിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ നോക്കട്ടെ. സ്പിരിറ്റ് എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. മ്യൂസിക് ചെയ്തേക്കണ ഷഹബാസ് അമാൻ ഖാൻ, പിന്നെ വരികള് റഫീഖ് അഹമ്മദ് സാർ, അയ്യോ പാടിയത് ഉണ്ണിമേനോൻ സാർ. ഇതൊക്കെ കൊള്ളാം കേട്ടോ. കാര്യം എല്ലാരും ഷഹബാസ് ആണെങ്കിലും സച്ച് എ സ്വീറ്റ് ഹാർട്ട്. എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ഷഹബാസ്. അതുമല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പാട്ട്. ബ്യൂട്ടിഫുൾ ആണ്. അത് നല്ല ഉഗ്രം ഒരു. പിന്നെ റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞ മനുഷ്യന് പറയേണ്ട കാര്യമില്ല. ആസാദ് എഴുതുന്ന പാട്ടുകളെല്ലാം തന്നെ അസാധ്യ ഒരു. ഞാൻ കുറേ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് റഫീഖ് അഹമ്മദ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ പാട്ടിലേക്ക് വരാം. ഈ ശ്രുതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇല്ലേ? പിന്നെ അപ്പൊ അത് നമ്മൾ അതിനോട് കുറച്ചെങ്കിലും നീതി പുലർത്തണ്ടേ? നീ തുടക്കം മുതൽ അതൊരു കുഴപ്പമായിരുന്നു. പിന്നെ മരണം എത്തുന്ന നേരത്ത് എന്ത് ശ്രുതി എന്ന് ഞാനങ്ങ് എന്നെ സമാധാനിപ്പിച്ചു. അതങ്ങോട്ട് ശ്രുതി ചേർന്ന് ഒന്ന് പാടാമോ? ഒരു 2 ലൈൻ. മരണമെത്തുന്ന നേരത്തു നീ മരണമെത്തുന്ന
നേരത്തു നീ എൻ്റെ അരികിൽ നീ എൻ്റെ അരികിൽ ഇത്തിരി അതെന്താണത്? അതെന്താണത്? ഇത്തിരി എന്താണ്? ഇത്തിരി പോലും ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇത്തിരി അത്രേ ഉള്ളൂ. പക്ഷെ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് പാടുമ്പോ ബ്രത്ത് ഇട്ടാത്ത പോലെ. അതല്ല, അത് എന്ത് പറഞ്ഞാലും അത് കേക്കണ്ടേ ചക്കര? അത് കേൾക്കണം. അപ്പൊ അത് കേൾപ്പിക്കുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരന്റെ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് കേൾക്കണ്ടേ? കേൾക്കണം. അത് അവിടെ വരുമ്പോ ഒരു ക്ലാരിറ്റി, എന്താ എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടിട്ടാലല്ലേ അതിനൊരു സുഖമുള്ളൂ. അവിടെ ഒരു മൊത്തം ഒരു ഇരുണ്ടിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നോക്കുക. ബാക്കിയൊന്നുമില്ല. കാര്യം ഇതിൻ്റെ ലിറിക്ക്, ഞാൻ ആ ലിറിക്ക് ആലോചിക്കുമായിരുന്നു. അസാധ്യമായിട്ടാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. നല്ലൊരു നമുക്ക് ആകെപ്പാടെ ഒരു ഭീകരാവസ്ഥയാണ്. ആദ്യത്തെ ലൈൻ തന്നെ എന്തൊരു ഡെപ്താണ് ആ വരിക്ക്. ആ വരി ഒന്ന് പറഞ്ഞേ. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. വല്ലാത്ത അതിനകത്ത് തന്നെ ഉണ്ട് ആ പാട്ട്. പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. നമുക്കൊരു വല്ലാത്ത അവസ്ഥയാണ്. ഒരു പോട്ടെ. അപ്പം എനിക്ക് നീ ഉഗ്രമായിട്ട് പാടുന്ന ഒരു ചക്കരയാണ്. നീ ഇങ്ങനെ വന്നപ്പോൾ ഈ ശ്രുതിയുടെ കാര്യം ഒന്ന് സീരിയസ് ആയിട്ട് എടുത്ത്, പിന്നെ ഈ എന്താണ് പാടുന്നതിനൊരു ക്ലാരിറ്റിയും കൂടെ വേണം. അത് ആ സംഗതികളൊക്കെ അത് കേൾക്കണ്ടേ? വേണം. പിന്നെ അപ്പം അങ്ങനെ പാടുക. ബാക്കി ഈ ഇതിൻ്റെ മൊത്തം സ്വരൂപം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് വേണ്ട ഒരു ഐറ്റം എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ പ്രധാനമായിട്ട് ശ്രുതി. ബാക്കിയുള്ളവരുടെ കാര്യം ചോദിച്ചറിയാം. ഓൾ ദി ബെസ്റ്റ്. ആദ്യം തന്നെ ഈ ഒരു എഴുത്തിന് ഒരു ഭയങ്കര വലിയൊരു കയ്യടി കൊടുക്കണം. ഇതൊരു സെന്റൻസ് പോലെയാണ്. ഇപ്പം നമുക്കിങ്ങനെ പറയാം, മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അതൊരു പാട്ടിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു ഭയങ്കര ചാലഞ്ചാണ്. അത് ആ ഷഹബാസ് കാക്കും റഫീഖ് കാക്കും ഹാറ്റ്സ് ഓഫ് ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് ഫായസ് ഈ പറഞ്ഞ പോലെ ശ്രുതി കൂടാതെ എനിക്കും തോന്നിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ബ്രെത്ത്. കാരണം മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി, അത് കംപ്രസ് ചെയ്തിട്ടുമല്ല പാടുന്നത്, നല്ല നീട്ടിയിട്ടാണ് പാടുന്നത്. അപ്പം ആ ടേലൻ്റ് എത്തുമ്പോഴേക്കും ഫായസ് അങ്ങ് ബ്രെത്ത് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആ ഈ ബ്രെത്ത് ഔട്ട് ആകുമ്പോൾ അതിൻ്റെ എൻഡിലൊരു ആവശ്യമില്ലാത്തൊരു വിബ്രാട്ടവും കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രെത്ത് മാനേജ്മെൻറ്റ് ഈ പാട്ടിന് വളരെ അത്യാവശ്യമാണ്. ഞാൻ ബ്രെത്ത് എന്ന് മാത്രമേ എഴുതിയുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും എഴുതിയില്ല. പിന്നെ അവസാനം ഈ ബ്രെത്ത്ലെസ് വരുമ്പോഴുള്ള ഒരു വിബ്രാട്ടോ, ബ്രെത്ത് പോയി അവസാനം കാറ്റില്ല. പാട്ടിൻ്റെ അവസ്ഥ തന്നെ അതാണല്ലോ, കാറ്റില്ലാതാകുമ്പോൾ നീ എൻ്റെ അടുത്ത് ഇരിക്കണേ എന്നാണല്ലോ പാട്ടിൻ്റെ ഒരു സംഭവം. അപ്പോൾ അത് മാത്രം എനിക്ക് തോന്നി. ഒരു ബ്രെത്ത്ലെസ്നെസ്സിൻ്റെ ഒരു അങ്കലാപ്പ് ഫീൽ ചെയ്തു. അത് ഓക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പാട്ട് നമുക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ആയിരുന്നു. കാരണം ഈ പാട്ട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവണം. ഈ പാട്ടിൻ്റെ ആ ഒരു ഭീതി അല്ലെങ്കിൽ ആ ഒരു പേടി നമുക്കും കൂടെ തോന്നണം. അവിടെയാണ് ഈ പാട്ടിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എന്തായാലും ഫായിസെ ബ്രത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കുക കേട്ടാ. ശരിയാക്കാം. ഓൾ ദി ബെസ്റ്റ്. ഫായിസെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് സോങ്. അപ്പോൾ ഫാഹിസ് പാടിയതിനകത്ത് നൊട്ടേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു ക്ലാരിറ്റി വേണം. അവിടെയൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോണു, ശ്രുതി ചേരാതെ. നേരമിരിക്കണേ, അങ്ങനല്ലേ? അതെല്ലാം ചേരണം മോനെ. അതിനകത്ത് മോന് സംഗതി പോയാലും ശരി, ആ ശ്രുതി അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കാണും കേൾക്കുന്നവർക്ക്. നമുക്ക് പഠിക്കാത്ത എത്രയോ പേര് പാട്ടിനോടുള്ള കമ്പമുള്ളവരുണ്ട്, ഇഷ്ടമുള്ളവരുണ്ട്. അവർക്കൊക്കെ ഈ ശ്രുതി ചേർത്ത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് സുഖമാണ്. ഞാൻ ഇതുപോലൊരു പാട്ട്, ഈ ഒരു ജോണറിലുള്ളൊരു പാട്ട് 30 വർഷം മുമ്പ് പാടിയിട്ടുണ്ട്. അതായത് പിന്നെ അതിനുശേഷം പലപ്പോഴും ഒരു ക്രിസ്ത്യൻ ഡിവോഷനിലാണ് പലരും വന്നിട്ട് എന്നെ ഒരെണ്ണം ഹിറ്റായി കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ചുവട് പിടിച്ചിട്ട് കൊണ്ടുവരുമല്ലോ. ഞാൻ പാടിയിട്ടില്ല. പിന്നെ ഇന്ന് വരെ ഈ ഡാർക്ക് സോങ്സ് ഞാൻ പാടിയിട്ടേ ഇല്ല. അത് ഏത് പാട്ടാണെന്നറിയോ? PK ഗോപിയാണ് എഴുതിയത്, ടോമിൻ തച്ചങ്കരി സംഗീതം നൽകിയ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിയിടാൻ, എത്തുന്ന നേരം നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പം ഉണർന്നിടാൻ, കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ എൻ സ്വന്തം ദേശത്ത് പോകുമ്പോൾ, കഴിയുന്നു യാത്ര ഇത്രയും നാൾ കാത്ത ഭവനത്തിൽ ഞാൻ ചെന്നിത. ഇത് വല്ലാത്ത, ഞാൻ ഇപ്പോഴും പാടാത്ത എന്താണെന്നറിയോ? ഞാൻ ഇതുപോലെ ഒരു ഷോയ്ക്ക് പോയപ്പോഴത്തേക്ക് ഈ പാട്ട് പാടി, അതായത് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ കൺസർട്ടിന് പോയപ്പം
ഒരു തീരുന്നതിനൊരു 10-15 മിനിറ്റ് മുമ്പ് ഇത് പാടിക്കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരെല്ലാം കരയാണ്. അതായത് ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ, അങ്ങനെയൊക്കെ വല്ലാത്ത വേർഡ്സ് ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഒരുമാതിരിയായി. അവസാനം ഈ പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്തൊരു പാട്ട്, ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ, ഈ പാട്ട് പാടി അങ്ങനെ സന്തോഷമായി. ഇപ്പോഴാണ് മൂടൊന്ന് മാറിയത്. സാറ് ട്രാക്ക് മാറ്റി. എന്തായാലും ഗുഡ് ലക്ക് ഫോർ ദ നെക്സ്റ്റ് ടൈം. താങ്ക് യു സർ. ചേച്ചി ഫാഹിസ്, ചേച്ചി എനിക്ക് ഫാഹിസ് പാടിയത് ഇഷ്ടപ്പെട്ടു. പക്ഷെ തോന്നിയ എന്താ വെച്ചാൽ ഫാഹിസ് കുറച്ച് കൂടുതൽ ആ പാട്ടിന്റെ മീനിങ്ങിലോട്ട് ആഴത്തിൽ അങ്ങ് ഇറങ്ങി ഫാഹിസിനൊരു പൂർണ്ണത കൊടുക്കാൻ പറ്റിയില്ല ആ പാട്ടിന്. അതൊന്ന് ഫാഹിസിന്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇതൊക്കെ തന്നെ എഴുതിയത്, വീണ്ടും ഞാനത് എടുത്ത് പറയുന്നില്ല. ഈ ബ്രെത്ത് എടുക്കുന്നതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. നമ്മൾ എവിടെ ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ എവിടെ നമുക്ക് ശ്വാസം എടുക്കാം, അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ അയ്യോ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഈ ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. കാരണം അതിനൊക്കെ ടെക്നീക്സ് ഉണ്ട്, അത് പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഫാഹിസ് ചോയ്സ് ഓഫ് സോങ് ഒന്നും മോശമൊന്നുമല്ല, നല്ല പാട്ടാണ്. ഫാഹിസ് നന്നായി പാടുന്ന ആളാണ്, നന്നായി പാടുകയും ചെയ്തു. പല ഭാഗങ്ങളും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. പക്ഷെ ഇതാണ് ഒരു സൈഡിൽ നമുക്ക് ആ ശ്രുതി ഒന്ന് ചേരാത്തതിൻ്റെ ഒരു വിഷമം. അതൊന്ന് ശരിയാക്കിയാൽ, അതേപോലെ ഈ ശ്വാസവും ഓക്കെ ബെറ്റർ ആക്കണം. കാരണം ഫാഹിസിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ചേച്ചി ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി ഫാഹിസ് ഈ പെർഫോമൻസിന് 7.5. ശരത് സർ 7.7 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക ഓക്കെ. എം ജി സർ I'm giving you 7.3. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 22.5. സാരില്ല, നമുക്ക് ഒരു റൗണ്ട് കൂടെ ഉണ്ട്, നമ്മൾ സ്കോർ ചെയ്യും. പൊളിക്കും. ആ യെസ്.